ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ നല്ല പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ പെരുന്നാൾ ട്രിപ്പ് ഇന്നിവിടെ സ്റ്റാർട്ടായിരിക്കുകയാണ്. ഞങ്ങൾ കാന്തല്ലൂരിക്കാണ് പോകുന്നത്. ഗ്ലാസ് തരില്ല, ഇല്ല ഇടുണ്ട് ഗ്ലാസ് ഇല്ലടാ. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്നോട് നടത്തി ചോദിക്കുമോ? റമീസിലുണ്ടോന്നുണ്ട്. ഈ മോയന്ത് ഫോട്ടോ എടുക്കാൻ കയറിയത് ആ നമ്പർ ബോർഡാണ് പൊട്ടിച്ച് ഇട്ട് നോക്കേ. അതിന്റെ നമ്പർ ബോർഡാണ് പൊട്ടിച്ചു. കെട്ടാമ്പി കെട്ടി കെട്ടിയാ റോഡ് ചാടോ? ആ നിങ്ങളെ പ്ലാന്ന് ഇല്ലേ നമ്മള് കാറത്ത് പോയിന്ന്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിക്കാണ്. ഇതാ എല്ലാവരും വണ്ടി നിർത്തി വരുന്നുണ്ട്. ഇതാ പറപ്പെത്തി ബ്രേക്ക്ഫാസ്റ്റ്. നല്ല പെടക്കട വട ഒരു ടീ കാറാ എല്ലാരും ഉட்காருங்க. டேய் வந்து உட்காருடா. തമിഴ്നാട് ഫുഡ് ആട്ടോ. ആ ശരി, വെറൈറ്റി ഫുഡ് കഴിക്കാൻ. ആ ശരി ശരി, ഒക്കെ പറഞ്ഞു. നല്ല ഫുഡ് അല്ല. അതെ അതെ അതെ. ഫുഡ് കഴിച്ചാൽ ഒന്നുകൂടി ഉഷാറാവും. വേണം ചായ വേണം. എനിക്കിത് മതിക്കാം. ഞാൻ ദോശ വരാം. ഇത് രണ്ടിന് കഴിയിട്ട് വരാം. ദോശ പോണ പോലെ സാധനത്ത് പോണേ. തൊട്ടപ്പട്ടി എന്ന സ്ഥലത്തിലെ പൂരി. തെറ്റ്. തൊട്ടപ്പട്ടി പൂരി. തൊട്ടപ്പട്ടി തെറ്റല്ലേ? ക്രിസ്പി. ചട്ടിനി തരാം. ചട്ടിനി രമീസ് എങ്ങനെയുണ്ട്? പൂരിയും ചട്ടിനി എങ്ങനെയുണ്ട്? അടിപൊളി. ചട്നി സാമ്പാർ ചട്നി ദോശ അച്ചാ ഹെ. ഇത് തമിഴ്നാടാണ്. ഇവിടെ ഹിന്ദി പറയുന്ന. ഇവിടെ തമിഴാണ്. ഇവിടെ ഹിന്ദിക്ക് എതിരാണ് തമിഴ്നാട്. അറിയില്ല, തമിഴ്നാട് ഹിന്ദിക്ക് എതിരാണ്. അടി വരും കാര്യം. വിജിത് ചായപ്പടി മജാപ്പ
ഉറങ്ങണ് മാഫിയ ദോശനെ പറ്റി രണ്ടു ദോശയിൽ കറിയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, ചമ്മന്തി ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. മുരിഞ്ഞതൊന്നും ദോശ മുരിഞ്ഞത് മുരിഞ്ഞത് ദോശ മുരിഞ്ഞത് 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 എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? അമേസിങ്, റിയലി അമേസിങ്. ശൈലിശ എങ്ങനെയുണ്ട്? ഹായ് വേടൻ. ജെല്ലുപെട്ടിയല്ല, ജെല്ലുപെട്ടി. എന്താ മാഫിയ ഫുഡിനെ പറ്റിട്ട് എന്താ പറയുക? അങ്ങനെ പറയല്ല, അങ്ങനെ പറയല്ല, അത് മോശം. തുറന്നോ? ഒന്നുകൂടി തുറന്നോ? കുറച്ച് സിമെന്റും കൂടി ഇട്ടാലേ മതിലായി. എന്തത് ഇതേപോലെ അല്ല ഇത് ചെരുപ്പകളൊക്കെ നമ്മള് ഫുഡ് കഴിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് ചുരം കയറാനുള്ള യാത്ര. തമിഴ്നാട്ടിന്റെ ഗ്രാമഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ജസീല കാറാനോ ഓടിക്കണേ? ഓടിയോ? ഫോർച്യൂണർ എസ്കോർട്ട്. ടാറ്റ. അഭിജണി കാട്ടുകറി. ബർബു മണവാളെ എല്ലാ സാധനം കളയണ്ട കേട്ടോ, അപ്പുറത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഒരു കാടാവുമ്പോ പുലിയും നരിയൊക്കെ ഉണ്ടാവും. ചിക്കന് മട്ടൻ എന്ന് വെച്ചൊക്കെ ചിക്കൻ ഇതാ ഇന്നാച്ചിതാ പെർമിഷൻ എടുത്തോണ്ട് വരുന്നത്. ഞങ്ങളുടെ വണ്ടിക്ക് പെർമിഷൻ കിട്ടി ഗായ്സ്. ഇതെന്തൊട്ട് സാധനം കാണിച്ചാ? ഫോറസ്റ്റ് എൻട്രിയാണ്, ഇത് ഞാൻ അവിടെ കാണിക്കണം. ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ നല്ല ഒന്നാം തരം തെറി കെട്ടി ഗൈസ്. അതെ അതിന്റെ മക്കളെ എഞ്ഞെടുത്താ തല്ലിക്കൊല്ലാറേ. പോലീസുകാർ വന്ന് നല്ല തെറി വിളിച്ചു പോയി.
ആദ്യം ഞങ്ങൾ ആരെയും എണ്ണടിച്ചിറങ്ങി. അപ്പൊ എന്നിട്ട് ഞങ്ങള് ആശുപത്രി കാണാനില്ല. പിന്നെ പറഞ്ഞു ഞങ്ങൾ പമ്പിലുണ്ടായിരുന്നു. ഫ്രണ്ടിൽ പോയപ്പോ പമ്പ് ഉണ്ടായിരുന്നു. ഓക്കെ ഞാനിപ്പോ എണ്ണടിച്ചു. അങ്ങനെ എണ്ണടിച്ച് ആശുപത്രി 4 രൂപ 5 രൂപ എണ്ണ കുറവാണ്. ഇങ്ങോട്ട് പോയ എണ്ണടിക്കാൻ വെച്ചു. അപ്പൊ ഞങ്ങൾ ഹോട്ടലിൽ കയറിക്കണ നൗഫീഖിനും ആശുപത്രി ബാത്റൂമിനുമാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം പോയി. ബാത്റൂം വേണ്ട ഇക്കില്ല. പോയി നോക്കിയാണ്. അപ്പൊ അതിന് ഉള്ളിൽ വേറെ എടുത്തിട്ടുണ്ട്. അവിടെ തുറന്ന് മോശം അണ്ണനാണ് ഞങ്ങളെ കാണും ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ പോയിട്ട് കൂടെ പോകണോ പാവം ചിരിത്തണ്ടേ. ജുനൈദിന്റെ കോമഡി ആയിട്ടല്ല ചെയ്യാൻ ജുനൈദ് ചത്ത് കേസ്. ഞാൻ ആശിനോട് പറഞ്ഞേ ഞങ്ങൾ പിന്നാലെ പോരുമ്പോ വഴി ചോദിച്ചു പോകാറുണ്ട്. വേണ്ട ഗൂഗിൾ മാപ്പിൽ നല്ല വഴി കാണിച്ചെന്ന് പറഞ്ഞു. നമ്മൾ നോക്കി പോയിരുന്നു പറഞ്ഞു. അവൻ ചോദിച്ചു പോയി. അതിന് തെറ്റാൻ വേണ്ടിയുള്ള വഴിയൊന്നുമില്ല. ചെറിയ വഴിക്കൂടെ ഞങ്ങൾ പോയി. അത്ര വൈകോട്ടെ ഞങ്ങൾ ഫോർച്യൂണറോ ബൈക്കോളോ വഴി മാത്രമേ. അപ്പൊ അതല്ല ചെയ്യാണ്ട് നല്ലൊരു കോമഡി ഉണ്ടായിരുന്നേ. നിങ്ങൾ കുറച്ച് വൈകി. ഞങ്ങളെ മൊത്തം ബാഗ് എടുത്തിട്ട് നമ്മളത് ചെക്ക് ചെയ്തില്ലല്ലേ? അങ്ങനല്ല അണ്ണനല്ല ഹിന്ദിക്കാരനോ? പുലി വരും ഞാൻ മുസാഫിർ ഖാനിൽ ഒരു തേച്ചു ഗൈസ്. മുസാഫിറിന്റെ ഫോട്ടോയും ഓന്റെ ഡീറ്റെയിൽസും കോൺടാക്റ്റും ഒക്കെ തരും. കിട്ടുന്നവരെ ഞങ്ങളെ അറിയിക്കണം. ഈ ലൈവില് കാണുന്നവര്. ഞങ്ങളെയൊക്കെ 6000 രൂപ അഡ്വാൻസ് വാങ്ങിയിട്ട് ഇവിടെ അങ്ങനെ ഒരു റിസോർട്ടും ഇല്ല. കാന്തല്ലൂർ അങ്ങനെ ഒരു റിസോർട്ടും ഇല്ല. ഇങ്ങനെ ഒരു മുസാഫിർ കാന്തല്ലൂർ ഇവിടെ ഇല്ല. അവ 2 കൊല്ലമായിട്ട് ഇല്ലത്ര ചേച്ചി പറഞ്ഞേ. അങ്ങനെ റിസോർട്ട് പോലും ഇവിടെ ഇല്ല. അത് വെറുതെ ഫോട്ടോ ഇട്ട് വന്നായി കാരണം നമ്മള് ഇത്ര സെറ്റപ്പോ അതില് ഫാനൊന്നും ഇല്ലേ? പോവല്ലേ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോണം. നമുക്ക് സ്റ്റേഷനിൽ പോവാം. ഗൈസ് മുസാഫിർ കള്ളപ്പന്നി നമ്മളെ പറ്റിച്ചെങ്കിലും ചേച്ചി ഇതാ നമുക്ക് റൂം സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. എന്താ പാടൊന്നും അറിയില്ല. ചേച്ചിയുടെ ചേട്ടന്റെ റൂമാണത്രേ. നമുക്ക് പോയേക്കാം. ഇതിലെത്ര റൂമുകളിൽ 2 ഓളം. ഇതും അതിന് നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റാക്കാം. അവിടെ നമ്മൾ റിച്ച് സെറ്റപ്പ് ആയല്ലോ. ആവൂലെങ്കി ആവൂലി അല്ലേ? ആവൂലെങ്കി ആവൂല് റഹീസേ. ആവൂലെങ്കി ആവൂല് കക്കൂസൊക്കെ കെടുക്കാം. എല്ലാവർക്കും കൂടി 10 ആളുണ്ട്. നമുക്ക് ബെഡ്റൂം നോക്കാം ആദ്യം. ഇതില് വലുതാലിച്ച് കേറി എല്ലാവർക്കും കൂടി അട്ടിക്കട അവിടെ. ഇതിലല്ല ഇതില് ഏടാ അടിച്ചേച്ചി താണി ഇവിടെ കെടുക്ക. മുസാഫിർ പഠിച്ചെങ്കിലും നമ്മളെ റമീസിന്റെ കഠിന പ്രയത്നത്തിൽ ഒരു കിടില റിസോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓ ഏതാ വൈബ്. സീന് സ്ഥലം ഉറപ്പിച്ചിട്ടില്ലേ? അയ്യോ. അപ്പൊ ഗായ്സ് ഇതാ നമ്മളെ റൂം ഇത് സെറ്റ് ആക്കിക്കണ്. റമീസിന്റെ കഠിന പ്രയത്നത്തിൽ റൂം സെറ്റ് ആയിട്ടുണ്ട്. എന്താ റൂമൊക്കെ കാണി. ബെഡ് ഇവിടെ ഒരു 3 ബെഡ്. ഇത് ടോയ്ലറ്റ് ആണ്. ഇത് ചെയ്യാൻ്റെ സ്വന്തം സ്ഥലം.
അല്ല ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിന്നത്തെ ഭാഗ്യം വെച്ചിട്ട് മല കിടിഞ്ഞോടോന്നാവും. ഗായ്സ് അല്ല ഓഫ് റോഡ് മാഫിയൊക്കെ എന്താണ് പറയാനുള്ളത് റൂമിനെ പറ്റിട്ട്? നമ്മൾ മുറാഫ് പറ്റിച്ചാലും നല്ല റൂമാണ്. മുറാബല്ല മുസാഫിർ. മുസാഫിർ പറ്റിച്ചാലും നല്ല റൂമാണ്. ഉള്ളിൽ സെറ്റപ്പ് സ്ഥലാണ്. 1.5 കിലോമീറ്ററോളം കിടില ഓഫ് റോഡ് കേറി വന്നിട്ട് സുധിക്ക് എങ്ങനെ വഴി പറഞ്ഞെടുക്കുന്നുണ്ട് വരാന്? എടാ അത് ശരിയല്ലോ അത്താഴം കഴിക്കാൻ വേണ്ടിട്ട് അത് കണ്ടു. സീന് അതൊന്നും ഇടിഞ്ഞു വന്നാൽ ഒരു ദുരന്തോളി. നല്ല കിടിലൻ കക്കൂസാടാ ചെയ്യാനെ. നല്ല കിടിലൻ കക്കൂസാ. ക്ലോസിന്റെ സൈഡിൽ മഞ്ഞ വെള്ളയിച്ച് പോരുണ്ട്. വള്ളച്ചാട്ടം ഉണ്ടെന്ന് മുസാഫിർ പറഞ്ഞല്ലോ. റൂമിന്റെ അടുത്ത് വള്ളച്ചാട്ടം വാട്ടർഫോൾ വിത്ത് വാട്ടർഫോൾ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ റൂം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കയറിയിരിക്കാണ്. കുറച്ചാൾക്കാർ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു കഞ്ഞി പാഴ്സൽ ഉണ്ടാവണം. അവസ്ഥയാണ്. ഒരുത്ത ഈ പട്ടിക്കാട്ടിൽ വണ്ടി വന്നിട്ട് എണ്ണ ചാണ്ട് കുപ്പിയിലെണ്ണ പോയിക്കാം. എന്താ എന്താ പിന്നെ അവർക്ക് പറയാ? ഈ എന്താ ഞാൻ ഈ മോനോട് പറയാ? ലഞ്ച് കഴിക്കൽ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? അമേസിങ്. നല്ല കിടിലൻ സാമ്പാറും കിടിലൻ ചോറും നല്ല ഉപ്പേരിയും പപ്പടം അച്ചാറ് ഉള്ളി. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഇന്നത്തെ ദിവസം ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ റിസോർട്ടിലെത്തി. കുടിയൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാരോട് കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത പരിപാടി പറഞ്ഞാൽ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരോട് ചിക്കൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വ്ളോഗ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറെ വ്ളോഗായിട്ട് കാണാം. ബാക്കി വിശേഷം അപ്പോൾ ബൈ.